ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? ഇവിടെ ബോണ്ട എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇതിനെ പഴക്കേക്ക് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തിട്ടിരിക്കുന്ന ഒരു 5 പാളയംതോടൻ പഴമാണ് വേണ്ടത് കേട്ടോ. നന്നായിട്ട് പഴുത്തതായിരിക്കണം. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ശർക്കര പാനി കൂടെ ചേർക്കണം കേട്ടോ. ശർക്കര നന്നായിട്ട് ഉരുക്കി അത് തണുത്തതിന് ശേഷം എടുക്കുക. ഞാനിവിടെ ശർക്കര ഉരുക്കി തണുപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് നമുക്കിതിന് ഈ പഴം ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാമേ. നമുക്ക് മാവ് എടുക്കാം. ഞാനിവിടെ 2 കപ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത് കേട്ടോ. മൈദ മാവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗോതമ്പിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു 2-3 ഏലക്ക ചതച്ചത് എടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് സോഡാപ്പൊടിയാണേ, ബേക്കിംഗ് സോഡ. അതും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന പഴവും ശർക്കരയും കൂടി ചേർത്തിട്ടുള്ള ആ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഞാൻ വീണ്ടും കുറച്ചും കൂടെ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം കൂടെ വേണമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് കണക്കാക്കിയുള്ള പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇത്രയും മതിയാവും. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഒരല്പം വെള്ളത്തിൻ്റെ കുറവും കൂടെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, അങ്ങ് കട്ടിയാവാൻ പാടില്ല കേട്ടോ. ഇച്ചിരി ലൂസിൽ തന്നെ മാവിരിക്കണം, എങ്കിൽ മാത്രമേ അത് നന്നായിട്ട് പരുവായി വരുള്ളൂ. ഇത്രയും പരുവായിട്ടുണ്ട്. ഇത് മതി. നമുക്കിനി ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നമുക്കൊരു 2-3 മണിക്കൂർ വെച്ചേക്കാം. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ, അടച്ച് വെച്ചിട്ട്. നമുക്ക് ഒരു ഉച്ചയ്ക്കൊക്കെ ഒന്ന് മാവ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 4 മണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു 2 മണിക്കൂറോ 2-3 മണിക്കൂർ ഇരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്കിതിൽ വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തേങ്ങാക്കൊത്ത് ചേർത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് ഇതുപോലെ ഓരോ ചെറിയ ഉരുളയായിട്ട് കയ്യിലെടുത്തിട്ട് എണ്ണ തിളയ്ക്കുമ്പോൾ ഇട്ട് കൊടുത്ത് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. തീ കുറച്ച് തന്നെ വെക്കണം കേട്ടോ. തീ കുറച്ച് വെച്ച് ഇതുപോലെ നമുക്ക് മറിച്ചിട്ട് ഓരോന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ, പൊരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റ, ബൈ ബൈ, സീ യു.